ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് വളരെ സവിശേഷമായ സ്വഭാവ സവിശേഷതകൾ ഉണ്ടെന്ന് കാണാം. ഇവരെ പൊതുവെ നിഗൂഢ സ്വഭാവമുള്ളവരായും എന്നാൽ അതേസമയം വളരെ സാമൂഹികകരമായും കാണാറുണ്ട്. ചതയം നക്ഷത്രക്കാർക്ക് വളരെ നല്ല ചിന്താശേഷിയുണ്ട്. അവർ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യും. ഇത് പലപ്പോഴും അവരെ തത്വചിന്തകരെ പുലയാക്കുന്നു. ഇവർക്ക് നല്ല സൗഹൃദ വലയം ഉണ്ടാകും. ആളുകളുമായി ഇടപഴകാനും പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇവർക്ക് താല്പര്യമുണ്ട്. തങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുമായി എളുപ്പത്തിൽ പങ്കുവെക്കാൻ ഇവർക്ക് പ്രയാസമാണ്. ഒരു തരം രഹസ്യാത്മകത സൂക്ഷിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. ഇതിവരെ കൂടുതൽ നിഗൂഢരാക്കുന്നു. സത്യസന്ധതയ്ക്കും നീതിക്കും വലിയ പ്രാധാന്യം നൽകുന്നവരാണ് ചതയം നക്ഷത്രക്കാർ. തെറ്റായ കാര്യങ്ങളോട് ഇവർക്ക് വെറുപ്പായിരിക്കും. സ്വാതന്ത്ര്യത്തിന് വലിയ വില കൽപ്പിക്കുന്നവരാണിവർ. മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തമായി തീരുമാനമെടുക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഇവർ ആഗ്രഹിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിക്കാനുള്ള അസാമാന്യ കഴിവ് ഇവർക്കുണ്ട്. എത്ര വലിയ പ്രശ്നങ്ങളെയും നേരിടാൻ ഇവർക്ക് സാധിക്കും. പല ചതയം നക്ഷത്രക്കാർക്കും കലയോടും സാഹിത്യത്തോടും വലിയ താല്പര്യം കാണാം. സംഗീതം, നൃത്തം, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരാണിവർ. ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിൽ ഇവർക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയും. ചതയം നക്ഷത്രക്കാർക്ക് ഗവേഷണം, ജ്യോതിഷം, തത്വചിന്ത, എഴുത്ത്, കൗൺസിലിംഗ്, സാമൂഹിക പ്രവർത്തനം, മെഡിസിൻ, ശാസ്ത്രം, രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ കഴിയും. തങ്ങളുടെ ബുദ്ധിശക്തിയും വിശകലന ശേഷിയും ഉപയോഗിച്ച് ഈ മേഖലകളിൽ ഇവർക്ക് വിജയം നേടാൻ സാധിക്കും. പ്രണയബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും ഇവർ വിശ്വസ്തരും ആത്മാർത്ഥതയുള്ളവരുമായിരിക്കും. എന്നാൽ തങ്ങളുടെ വികാരങ്ങൾ തുറന്നു പ്രകടിപ്പിക്കാൻ ചിലപ്പോൾ ഇവർക്ക് പ്രയാസം നേരിട്ടേക്കാം. ക്ഷമയും പരസ്പര ബഹുമാനവും ഈ ബന്ധത്തിൽ പ്രധാനമാണ്. ചില സമയങ്ങളിൽ ഇവർക്ക് മറവിയും അലസതയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവരുടെ മാനസികാവസ്ഥ പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട്. ഇത് മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചില കാര്യങ്ങളിൽ ഇവർക്ക് അമിതമായ വാശി ഉണ്ടാകാം. ഇത് ദോഷകരമായി ബാധിക്കാം. ചതയം നക്ഷത്രക്കാർക്ക് അവരുടെ നല്ല സ്വഭാവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ദോഷവശങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വലിയ വിജയം നേടാൻ സാധിക്കും. ചതയം നക്ഷത്രം രാശിചക്രത്തിലെ 320 മുതൽ 333 വരെ വ്യാപിച്ചു കിടക്കുന്നു. കുംഭം രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവാണ്. ദേവത വരുണൻ. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ സ്വതന്ത്ര ചിന്താഗതി, രഹസ്യ സ്വഭാവം, ബുദ്ധിശക്തി, നിഗൂഢ വിഷയങ്ങളോടുള്ള താല്പര്യം, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രകൃതം എന്നിവ ഉണ്ടാകും. ഓരോ നക്ഷത്രത്തെയും 4 പാദങ്ങളായി തിരിച്ചിരിക്കുന്നു. ചതയം നക്ഷത്രത്തിന്റെ 1-ാം പാദത്തിന്റെ അധിപൻ വ്യാഴമാണ്. ഈ പാദത്തിൽ ജനിച്ചവർക്ക് വ്യാഴത്തിന്റെ സ്വാധീനം കാരണം ആത്മീയ ചിന്തകൾ, സത്യസന്ധത, നീതിബോധം എന്നിവ കൂടുതലായിരിക്കും. ധാർമ്മികമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. ഇവർക്ക് പഠനത്തോടൊപ്പം ഗവേഷണത്തോടും താല്പര്യമുണ്ടാകും. ആദർശശാലികളും സത്യസന്ധരുമായിരിക്കും. മറ്റുള്ളവരോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറും. അധ്യാപനം, കൗൺസിലിംഗ്, ആത്മീയരംഗം, നിയമം, തത്വചിന്ത തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട്. കരൾ, തുടകൾ, രക്തചംക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ശുഭാപ്തി വിശ്വാസവും ദീർഘവീക്ഷണവും ഇവരുടെ പ്രത്യേകതയാണ്. സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും. ചതയം നക്ഷത്രം 2-ാം പാദം. നക്ഷത്രാധിപൻ ശനി. ശനിയുടെ സ്വാധീനം കാരണം കഠിനാധ്വാനം, പ്രായോഗിക ബുദ്ധി, ലക്ഷ്യബോധം എന്നിവ ഈ പാദക്കാർക്ക് കൂടുതലായിരിക്കും. ഇവർക്ക് ജീവിതത്തിൽ അച്ചടക്കവും ഉത്തരവാദിത്ത ബോധവും ഉണ്ടാകും. ക്ഷമാശീലരും സ്ഥിരോത്സാഹികളുമായിരിക്കും. ചിലപ്പോൾ അമിതമായ ചിന്തകളും വിഷാദവും ഉണ്ടാകാം. സർക്കാർ ജോലി, എഞ്ചിനീയറിംഗ്, നിർമ്മാണ മേഖല, ഗവേഷണം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ശോഭിക്കും. നേതൃപരമായ കഴിവുകൾ ഉണ്ടാകും. എല്ലുകൾ, സന്ധികൾ, പല്ലുകൾ, വയറ് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ജീവിതത്തിൽ പതുക്കെയാണെങ്കിലും ഉറച്ച വിജയങ്ങൾ നേടും. സ്വന്തം പരിശ്രമത്താൽ ഉയരങ്ങളിൽ എത്തും. ചതയം നക്ഷത്രം 3-ാം പാദക്കാരുടെ നക്ഷത്രാധിപൻ ശനിയാണ്. ഈ പാദത്തിൽ ശനി സ്വക്ഷേത്രമായ കുംഭം രാശിയിൽ വരുന്നതുകൊണ്ട് ചതയം നക്ഷത്രത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ പൂർണ്ണമായി പ്രകടമാകും. ബുദ്ധിശക്തി, നൂതന ചിന്തകൾ, സാമൂഹിക ബോധം എന്നിവ കൂടുതലായിരിക്കും. സ്വതന്ത്ര ചിന്താഗതിക്കാരും സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരുമായിരിക്കും. കൂട്ടായ പ്രവർത്തനങ്ങളിൽ താല്പര്യമുണ്ടാകും. ചിലപ്പോൾ അല്പം പിടിവാശിയും നിഗൂഢ സ്വഭാവവും കാണിക്കും. ശാസ്ത്രജ്ഞർ, ഗവേഷകർ, സാമൂഹിക പ്രവർത്തകർ, ടെക്നോളജിസ്റ്റുകൾ, എഴുത്തുകാർ, സൈക്കോളജിസ്റ്റുകൾ എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കും. നാഡീവ്യൂഹം, കാലുകൾ, രക്തം എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും ആശയങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കും. മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കും. ചതയം നക്ഷത്രം 4-ാം പാദത്തിന്റെ നക്ഷത്രാധിപൻ വ്യാഴമാണ്. ഈ പാദത്തിൽ വ്യാഴം സ്വക്ഷേത്രമായ മീനം രാശിയിൽ വരുന്നതുകൊണ്ട് ആത്മീയത, സഹാനുഭൂതി, കലയോടുള്ള താല്പര്യം എന്നിവ കൂടുതലായിരിക്കും. വളരെ ദയാലുക്കളും സഹാനുഭൂതിയുള്ളവരുമായിരിക്കും. മറ്റുള്ളവരുടെ ദുരിതങ്ങളിൽ പങ്കുചേരും. കല, സംഗീതം, സാഹിത്യം എന്നിവയോട് താല്പര്യമുണ്ടാകും. ചിലപ്പോൾ അമിതമായ വികാരപരതയും ഉണ്ടാകാം. ചികിത്സാരംഗം, ആത്മീയരംഗം, എഴുത്ത്, കല, സംഗീതം, അധ്യാപനം, കൗൺസിലിംഗ് തുടങ്ങിയ മേഖലകളിൽ ശോഭിക്കും. മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന വ്യക്തിത്വമായിരിക്കും ഇവരുടേത്. ദാനധർമ്മങ്ങളിൽ താല്പര്യമുണ്ടാകും. ചതയം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലപ്പോഴും അപ്രതീക്ഷിത വെല്ലുവിളികളും തടസ്സങ്ങളും നേരിടേണ്ടി വന്നേക്കാം. രാഹുവിന്റെ സ്വാധീനം കാരണം തെറ്റിദ്ധാരണകൾ, ശത്രുത, സാമ്പത്തിക നഷ്ടം, ആരോഗ്യ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ എന്നിവ അനുഭവപ്പെടാം. ഈ ദോഷങ്ങളെ കുറയ്ക്കുന്നതിനും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തുന്നതിനും ചില പരിഹാര മാർഗങ്ങൾ ചെയ്യാവുന്നതാണ്. രാഹുവിന്റെ മൂലമന്ത്രം, ഗായത്രി മന്ത്രം എന്നിവ ദിവസവും ജപിക്കുന്നത് വളരെ ഉത്തമമാണ്.
ദുർഗാദേവിക്ക് കടുംപായസം, പാൽപായസം എന്നിവ നേദിക്കുന്നത് രാഹുദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ശിവക്ഷേത്രത്തിൽ കൂവളത്തില സമർപ്പിക്കുന്നതും ധാര നടത്തുന്നതും നല്ലതാണ്. നാഗരാജ ക്ഷേത്രങ്ങളിൽ നൂറുംപാലും, മുട്ടുറയ്ക്കൽ, സർപ്പബലി എന്നിവ നടത്തുന്നത് രാഹുദോഷം കുറയ്ക്കും. പ്രത്യേകിച്ച് രാഹുവിന്റെ ദശാകാലത്ത് ഇത് വളരെ പ്രധാനമാണ്. രാഹുവിനെ പോലെ തന്നെ ശനിയുടെ സ്വാധീനവും ചതയം നക്ഷത്രത്തിൽ കാണാം. ശനിപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ശനീശ്വര മന്ത്രജപം, നീലവസ്ത്രങ്ങൾ ദാനം ചെയ്യുക, എണ്ണവിളക്ക് കത്തിക്കുക എന്നിവ ശനിയെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും. ചതയം നക്ഷത്രത്തിന്റെ ദേവത വരുണനാണ്. വരുണദേവനെ പ്രീതിപ്പെടുത്തുന്നതും ദുർഗാദേവിയെയും ഗണപതിയെയും ഭജിക്കുന്നതും ദോഷബലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ദിവസവും വരുണദേവനെ സ്മരിക്കുന്നത് നല്ലതാണ്. സമുദ്രസ്നാനം, നദീസ്നാനം എന്നിവ സാധ്യമെങ്കിൽ ചെയ്യുന്നത് ഉത്തമമാണ്. വരുണസൂക്തം ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ദുർഗാദേവിയെ നിത്യവും ഭജിക്കുന്നത് രാഹുദോഷങ്ങൾ കുറയ്ക്കും. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദുർഗാക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി എന്നിവ സമർപ്പിക്കുകയും ചെയ്യാം. ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. വിഘ്നേശ്വരനായ ഗണപതിയെ ആരാധിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. ഗണപതി ഹോമം നടത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ വളരെ ഫലപ്രദമാണ്. ദിവസവും ഗണപതി മന്ത്രം ജപിക്കുന്നതും അപ്പം, മോദകം എന്നിവ നിവേദിക്കുന്നതും നല്ലതാണ്. രാഹുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായ രത്നമാണ് ഗോമേതകം. ഇത് ധരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവരാനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ജ്യോതിഷന്റെ ഉപദേശം തേടി ശരിയായ തൂക്കത്തിലും ലോകത്തിലും ധരിക്കുക. ശനിയുടെ രത്നമായ ഇന്ദ്രനീലം ധരിക്കുന്നത് ചതയം നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്. ഇത് ഭാഗ്യം, ആരോഗ്യം, സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ നൽകാൻ സഹായിക്കും. എന്നാൽ ഇത് ധരിക്കുന്നതിന് മുൻപ് ഒരു ജ്യോതിഷന്റെ ഉപദേശം തേടുന്നത് അത്യാവശ്യമാണ്. കാരണം എല്ലാവർക്കും ഇന്ദ്രനീലം അനുയോജ്യമല്ല. ചതയം നക്ഷത്രത്തിന്റെ വൃക്ഷം കടമ്പാണ്. കടമ്പ് വൃക്ഷത്തെ പരിപാലിക്കുന്നതും അതിന്റെ ചുവട്ടിൽ വിളക്ക് കൊളുത്തുന്നതും നല്ലതാണ്. രാഹുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ കറുത്ത ഉഴുന്ന്, കറുത്ത വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് നല്ലതാണ്. പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും ഭക്ഷണം നൽകുന്നത് വളരെ ഉത്തമമാണ്. രോഗികളെ സഹായിക്കുകയും മരുന്ന് വാങ്ങി നൽകുകയും ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും. തെരുവു മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ദിശ ശുദ്ധിയായി സൂക്ഷിക്കുന്നത് രാഹുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും.